നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ശ്രീ മഹേശ്വര, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന മഹേട്ടൻ ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നോട് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞതില് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ ഭഗവാനെ? മഹേട്ടന്റെ അമ്മ പറഞ്ഞതെല്ലാം കേട്ടിട്ട് മഹേട്ടനെ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ. മുത്തശ്ശിയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെയല്ലേ പ്രതികരിക്കുള്ളൂ. ഞാനത് പറഞ്ഞതിനല്ലേ എന്നോട് ദേഷ്യപ്പെട്ടത്? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞത്. ഈ ജീവിതത്തില് ഇനി ഞാൻ എന്തെല്ലാം അനുഭവിക്കേണ്ടി വരും? മുത്തശ്ശി ഇവിടുന്ന് പോയി, എനിക്കിനി ആരുമില്ല. മഹേട്ടന് എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ട ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്ന എന്തിനാ? അരുത് ഗംഗേ, നീ അങ്ങനെ ചിന്തിക്കരുത്. മഹേട്ടൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതല്ലേ, നീ അതൊന്നും കാര്യമാക്കണ്ട. മഹേട്ടൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും മാളുവിന്റെ അമ്മയാവാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും നകുലിനെ കല്യാണം കഴിക്കാനാണ് എന്റെ വിധിയെന്ന് കരുതി ആ ജീവിതം ജീവിക്കാൻ തയ്യാറായപ്പോഴാ മഹേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ആ സമയത്ത് ഞാൻ മഹേട്ടനെ എന്തൊക്കെയോ പറഞ്ഞെങ്കിലും ഒരു നിമിഷം കൊണ്ട് എന്റെ മനസ്സിലെ എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും മാറിപ്പോയതുപോലെ എനിക്ക് തോന്നിയത്. ഞാനിപ്പോ മഹേട്ടന്റെ ഭാര്യയാ, മാളുവിന്റെ അമ്മയാ. അതെ ഗംഗേ, നീ ഇപ്പൊ മഹേട്ടന്റെ ഭാര്യയാ, മാളുവിന്റെ അമ്മയാ. നിന്റെ മുന്നിലുള്ളത് ആരും കൊതിക്കുന്ന ഒരു ജീവിത, അത് നീ ആസ്വദിച്ച് ജീവിക്കാനുള്ളതാ, അല്ലാതെ വിഷമിച്ച് കരഞ്ഞു തീർക്കാനുള്ളതല്ല. ശ്രീ മഹേശ്വര, മഹേട്ടൻ എന്നെ വെറുക്കല്ലേ, മാളുവിന് എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടല്ലേ. എനിക്ക് ശ്രീ മഹേശ്വരനോടല്ലാതെ ഇതൊന്നും പറയാൻ ആരുമില്ല. എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ പറയാനുണ്ടായിരുന്നത് മുത്തശ്ശിയോടാ. ആ മുത്തശ്ശിക്കും ഇപ്പൊ എന്നോട് വെറുപ്പായിരിക്കും. എനിക്കിനി ആരുണ്ട്? ശ്രീ മഹേശ്വര, നിന്നെ സ്നേഹിക്കുന്ന ആരും നിന്നെ വിട്ടു പോവില്ല ഗംഗേ. അവരെല്ലാം ഞാൻ നിന്നിലേക്ക് എത്തിക്കും. നിന്റെ മനസ്സ് വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കും മഹേട്ടനും മാളുവിനും കാവലായി എന്നും ഞാനുണ്ടാവും. നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ ഞാൻ തടയും. നിങ്ങൾക്ക് ഞാനുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.